എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കത്തുണ്ട്. കിഴിയിലേക്ക് പോവാം. ഓക്കെ, പറയൂ. ഏതാടാ? തമിഴാകാം അല്ലേ? ഓക്കെ, ഏറ്റവും കൂടുതൽ തമിഴ് കിട്ടുന്ന റുചി. ഓക്കെ ഓക്കെ. ടൈല്. ഹെഡ്. ഓ, തലയെടുത്തതിൻ്റെ ഒരു തലക്കനം. ഫസ്റ്റ് വൺ ആരാണ്? മീൻകാരൻ വരുന്നുണ്ടല്ലോ ശല്യം ചെയ്യാനായിട്ട്. ഫസ്റ്റ് വൺ അഭിലാഷം സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതേ ട്രെയിനിലെ യാത്രയാണ്. പക്ഷേ അതിന് മുൻപിൽ ഒരു ലെറ്റർ എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ വിഷക്കുപ്പിയാണത്. രണ്ട് കാസ്റ്റ് ഇന്റർകാസ്റ്റ് ലവ് സ്റ്റോറി ആണോ? അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും വിഷമൊക്കെ ഇരിപ്പണമെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി വല്ല ഷുഗറിന് ഗുളികയാണാവോ? ഷംസു സൈബയാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത് കേട്ടോ. അടുത്തത് NTR 31. സിനിമയുടെ ഫസ്റ്റ് ലുക്കും ടൈറ്റിലും മെയ് 20 പുറത്തു വരും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ആഘോഷിക്കാളുണ്ട്. പിന്നെന്താ, എന്താ സംശയം? അതെ, എന്തായാലും പ്രശാന്ത് നീല് സലാറിന് ശേഷം ഒരുക്കുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. സലാറ് പോലെ ആവരുത്, അത്രേ ഉള്ളൂ. അതാണ്, അതെ, അത്രേ ഉള്ളൂ. KGF പോലത്തെ ഒരു സാധനമൊക്കെ ഇറക്കിയോട്. ഓക്കെ, അടുത്ത കിഴി പരാശക്തി. സുധാ കൊങ്കാര സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ശിവകാർത്തികേയനും ജയം രവി പിന്നെ ശ്രീനീലി പ്രധാന വേഷത്തെത്തുന്ന സിനിമ. അതർവി ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് കേട്ടോ. സിനിമയുടെ ഫസ്റ്റ് ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറച്ച് സ്റ്റീൽസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഷെഡ്യൂളൊക്കെ കഴിഞ്ഞു. അതെ, അടുത്തതിൽ നോക്കാം. അടുത്തത് വിജയ് സേതുപതി നിത്യ മേനോൻ മൂവി. സിനിമ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിന് പേരൊന്നും ഇട്ടിട്ടില്ല. എന്തായാലും സിനിമ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചെമ്പൻ വിനോദും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. പാണ്ഡിരാജാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആളുടെ ട്രെയിൻ എന്താ രാവിലെ? ട്രെയിൻ മിസ്കിൻ്റെ അല്ലേ? മിസ്കിൻ്റെ, അതായത് വിജയ് സേതുപതി നായകനാകുന്ന സിനിമ. ഓക്കെ, അടുത്ത കിഴി ഡ്രാഗൻ സിനിമയുടെ ഒരു ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. നമ്മുടെ പ്രദീപ് രംഗനാഥൻ, അത് നമ്മുടെ പുതിയ ഒരു സെൻസേഷനാട്ടോ. അടുത്തൊരു സ്റ്റാർ തന്നെ. തീർച്ചയായിട്ടും ശരിക്കും തമിഴ് ഇൻഡസ്ട്രിയിൽ ഒരു നല്ല വേറെ ലെവലിലേക്ക് എത്താൻ പോകുന്ന നടനാണ്. അത് ലവ് ടുഡേയിലും പിന്നെ ഡ്രാഗനിലും തെളിയിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഡ്രാഗൻ ഞങ്ങൾക്ക് കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ല, കാരണം നമ്മുടെ ഇവിടെ ഒന്നും തിയേറ്ററിൽ റിലീസായിട്ടില്ല. അതിന് കാത്തിരിക്കുകയാണ്. എന്തായാലും ഉടനെ വരും എന്നുള്ളതാണ് അവരെ അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബിഗ് അപ്ഡേറ്റ് ഇതാണ്. നമ്മുടെ പ്രദീപ് രംഗനാഥൻ ആമിർ ഖാനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്ട്രീറ്റിൽ വന്നിട്ടുണ്ട്. ഇതേ പിന്നെ പ്രത്യേകം എടുത്തു പറയണ്ടോ, മികച്ചൊരു ഡയറക്ടറും കൂടിയാണ് കേട്ടോ പ്രദീപ് രംഗനാഥൻ. ശരിക്കും കുറെ കമന്റുകളൊക്കെ ഞാൻ കണ്ടു. മറ്റേ എന്താ മലയാളത്തില് ബേസിൽ പോലെയാണെന്ന്. തമിഴില് ഇറങ്ങുന്ന പടങ്ങളൊക്കെ ഹിറ്റ്, ഡയറക്ഷൻ ചെയ്ത പടങ്ങളും ഹിറ്റ്. അങ്ങനത്തെ ഒരു മഹത് വ്യക്തിത്വമാണ്. അതെ, തീർച്ചയായിട്ടും. അടുത്തത് സൂര്യ 45. അല്ല പിന്നെ 2 മാർച്ച് ഫസ്റ്റ് വീക്ക് സൂര്യയും തൃശയും ഒരുമിക്കുന്ന ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഇവർ രണ്ടുപേരും ഇല്ലാത്ത ഷൂട്ടുകളാണ്. ഇനി മാർച്ച് ഫസ്റ്റ് വീക്ക്. ഓക്കെ, ജയിലർ 2 സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. നമ്മുടെ ഡോക്ടർ ശിവരാജ് കുമാർ 14 ദിവസത്തെ ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ഈ സിനിമയിൽ നമ്മുടെ നരസിംഹൻ വീണ്ടും വരും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സൂചന കേട്ടോ. പൊളിക്കാനുള്ള സിനിമയാണ്. ഓക്കെ, അടുത്തത് ആലപ്പുഴ ജിംഖാന സിനിമയുടെ ഒരു BTS. അതെ, രസമായിട്ടുണ്ട്. അല്ലേ? കാണാം. സത്യം ഇടാ നൃത്തത്തിലേ. പുരുഷന്റെ നിന്റെ കരങ്ങൾക്ക് വിശ്രമമില്ല. എന്താണ് ബ്രോ, മോട്ടയാണോ? ആവശ്യമില്ലാത്ത
എനിക്കറിയാൻ പറ്റും. നീ പറിക്കുന്നേക്ക് ആവശ്യമില്ലാത്തായിരിക്കും. പോയി പറയടാ. അടികൊണ്ട് കിടക്കേണ്ടെന്ന് പറയില്ല. എന്തൊരു ഡിസിപ്ലിൻ. രസം ഇത് ഡയലോഗ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെങ്കിൽ കൊള്ളാം. വെരി നൈസ്, വെരി നൈസ്. ഓക്കെ, അടുത്ത കിഴി. നിനക്ക് നല്ല ജലദോഷം ഉണ്ടല്ലോ. ജലദോഷമുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ട്. വിട്ടുപോകാത്ത ജലദോഷം. എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു കൊടുക്കണേ, ഒന്ന് പറഞ്ഞു കൊടുക്കണേ. ഭയങ്കര ബുദ്ധിമുട്ട്, കുറച്ച് ദിവസങ്ങളായില്ലേ. ബ്രീത്തിങ്ങിനാണ് പ്രശ്നം. ഓക്കെ, ജനനായകൻ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. ഞാൻ പോയിക്കോട്ടെ, അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഒരു ഐറ്റം സോങ് ഇതിലുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒക്കെ കളിക്കട്ടെ. ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഈ സോങ് ആണ്. ഐറ്റം സോങ്. ശ്രുതി ഹാസനും വിജയും ഒരുമിച്ചാണ് ഈ ഒരു സോങ്ങിൽ വരുന്നത്. കൊള്ളാം, ഗംഭീരമാട്ടെ. എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് കേട്ടോ ജനനായകൻ. അല്ല, ഇതിന്റെയും ഇത് ഞാനല്ലേ പറഞ്ഞ തമിഴ് ഏറ്റവും കൂടുതൽ. വളരെ നല്ല കാര്യം. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു വർഷം അങ്ങനെയൊക്കെയാണ്. SSMB 29 സിനിമയുടെ ഷൂട്ട് ഇപ്പൊ ഹൈദരാബാദ് അലുമിനിയം ഫാക്ടറിയിലാണ് നടക്കുന്നത്. പ്രിയങ്ക ചോപ്രയും മഹേഷ് ബാബുവും തമ്മിലുള്ള സീനുകളാണ്. ഓക്കെ, ഈ ഷെഡ്യൂൾ കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ഷെഡ്യൂൾ നടക്കുന്നത്. അത് പുറത്താണ്. അപ്പൊ അതിനു മുൻപ് ഇവരൊരു പ്രസ് മീറ്റ് സംഘടിപ്പിക്കുന്നുണ്ട് കേട്ടോ. മിക്കവാറും പേരൊക്കെ പുറത്ത് വരുമോ? അതിൽ വിടുവോ? പറയാൻ പറ്റൂല. രാജമൗലി അല്ലേ, എങ്ങനെ ചിന്തിക്കണമെന്ന് പറയാൻ പറ്റൂല. ഓക്കെ, അടുത്തത്. അടുത്ത കിഴി. ഓക്കെ, രണ്ടെണ്ണത്തിന് ഞാൻ മുന്നിലാട്ടോ. അപ്പം ആറെണ്ണത്തിന് മുന്നിലാവൂലേ? മഹാഭാരതം. അടിപൊളി. മഹാഭാരതം സിനിമയാക്കണമെന്നാണ് തൻ്റെ സ്വപ്നം എന്ന് നമ്മുടെ ആമിർ ഖാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആമിർ ഖാൻ ഇപ്പോൾ ഒന്ന് 2 ആയാലോ കിഴിയില്. രണ്ടും നടക്കന്നല്ലേ കിട്ടിയത്? ശരിയാണല്ലോ, വളരെ നല്ല കാര്യം. ഓക്കെ, ആമിർ ഖാൻ്റെ സ്വപ്നമാണ്. ആള് പക്ഷത്തിൽ ഏത് കഥാപാത്രം ചെയ്യും? കൃഷ്ണൻ പറയാൻ പറ്റൂല. അർജുനൻ കൊള്ളാം. കർണനിലേക്ക് എത്തൂലല്ലേ? കർണൻ ഒരിക്കലും ആൾക്കാരില്ല. അതൊരു സത്യം. ആള് അല്ല, ഇതൊക്കെ എന്ന് ചെയ്തിട്ട് വരാനാ ഇവര്? സ്വപ്നാണ്. സ്വപ്നം, അതങ്ങനെ ഇരിക്കട്ടെ. സ്വപ്നം. അടുത്തത് തുടരും സിനിമയെ കുറിച്ച് MG ശ്രീകുമാർ വീണ്ടും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. 100% സിനിമ ഹിറ്റായിരിക്കും എന്നാണ് MG ശ്രീകുമാർ പറഞ്ഞിരിക്കുന്നത്. കാരണം നിങ്ങൾ അല്ലെങ്കിൽ ലാലേട്ടൻ ആരാധകർ എന്താണോ കാണാൻ ആഗ്രഹിച്ചിട്ടുള്ളത് അതെല്ലാം സിനിമയിൽ ഉണ്ടാവും എന്നാണ്. ശരിക്കും അത് അങ്ങനെ ഒരു പ്രസ്താവന വലിയ ഒരു മണ്ടത്തരല്ലേ? സത്യം. ഈ 100% അതല്ല, 100% പോട്ടെ, അത് ആൾക്ക് ആ രീതിയിൽ പറയാൻ പറ്റും. പക്ഷേ ഈ മോഹൻലാൽ ഫാൻസേ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്തും കിട്ടുമെന്ന് പറയുമ്പോഴേ ഓരോ ഫാൻസ് ഓരോ രീതിയിലാണെങ്കിലും ആഗ്രഹിക്കുന്നത്. അത് അതിനകത്ത് എന്തെന്നറിയോ, അതിനകത്ത് തെറ്റു പറയാൻ പറ്റൂല. കാരണം കുറെ നാളുകളായിട്ട് നമ്മൾ തന്നെ പറയുന്നുണ്ട് മണ്ണിലിറങ്ങി നിൽക്കുന്ന ലാലേട്ടൻ എന്ന് കാണണം, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കും എന്നാണ് ആൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ എന്താണോ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് അതുപോലെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കിട്ടുമെന്നല്ല. അതിൽ ലാലേട്ടൻ നമ്മൾ കുറെ നാളായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന, അല്ലാതെ ഒരു ഒട്ടുമിക്ക ലാലേട്ടൻ ഫാൻസും ആഗ്രഹിക്കുന്ന ഒരു സംഭവം അതാണ്. ആ ഒരു സംഭവം ഇതിനകത്ത് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഇങ്ങനെ കണ്ടാൽ മതി, ലാലേട്ടൻ ആരാധകൻ നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്, ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ നമുക്കൊക്കെ കാണേണ്ട രീതിയുണ്ട് ഇല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ആരാധകനെ അങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് MG ശ്രീകുമാറിൻ്റെ ഉള്ളിൽ ഒരു ലാലേട്ടൻ ഫാൻ ഉണ്ട്. ആ ആള് കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ സംഭവങ്ങളും അതിലുണ്ട്. അത് ആള് കണ്ടപ്പോൾ ആൾക്ക് തോന്നിയത് അതാണ്. അപ്പൊ അത് മനസ്സിലാക്കിയാൽ മതി. പിന്നെ വേറൊരു കാര്യം ആള് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് എത്രയോ സിനിമകൾ ലാലേട്ടന് വേണ്ടി പാടിയിട്ടുണ്ട്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഉണ്ടാവും. ഈ ലാലേട്ടന്റെ ഏത് സിനിമകളാണ് ഏതൊക്കെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളൊരു ധാരണ ഉണ്ടാവുമല്ലോ, അതും കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ആള് പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ സത്യമാണ്. ഏതാണ്ട് ചില കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചാലും തെറ്റില്ലാതെ കിട്ടും. അതെ, ആ സംഭവം അതിലുണ്ട്. അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.